നമ്മളിന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോണത് ഒരു ഡബിൾ സൈഡ് ഗേറ്റാണ്. അത് ഡബിൾ മോട്ടർ ഉപയോഗിച്ച് സിംഗിൾ ഫോട്ടോ സെൽ ഉപയോഗിച്ച് അത് എങ്ങനെ വർക്ക് ചെയ്യണതാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡബിൾ സൈഡിലേക്ക് ഈക്വലി ടോർക്കും ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഈ ലീഫ് ഈക്വലി ഇത് ഓപ്പൺ ആവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈക്വലി ഓപ്പൺ ആവുന്ന പോലെ തന്നെ അത് ഈക്വലി വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലൊരു കുട്ടി വന്ന് പെട്ടിട്ട് ഒരു മരണപ്പെട്ട ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഫോട്ടോ സെല്ലിലേക്ക് ഇത് കവർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ അതിൽ നിന്ന് ഒരു റെമഡി എന്ന രീതിയിലാണ് നമ്മൾ ഈ രണ്ട് മോട്ടറുകളുടെ ഇടയിലും എല്ലാം ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു റീബൗണ്ടിങ് ഫങ്ഷൻ ഉണ്ട്. അത് ഓണാക്കിയിട്ടിട്ട് നമ്മുടെ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസിങ് പൊസിഷനിൽ വരുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഗേറ്റുകളുടെ ലീഫിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇത് പുറത്ത് ഫോട്ടോ സെല്ലിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. കാരണം ഫോട്ടോ സെല്ല് കട്ടായാൽ മാത്രമാണ് ഇത് അതിൻ്റെ സേഫ്റ്റിയിൽ ഇത് റിവേഴ്സ് പോവുകയുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ ഈ മോട്ടറിൽ തന്നെ ഒരു റീബൗണ്ടിങ് ഫങ്ഷനാണ്. അപ്പോൾ കുട്ടികൾ വന്നത് പെട്ട് അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലീഫ്, അതായത് ഏത് ലീഫാണോ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നത് ആ ലീഫ് ഓട്ടോമാറ്റിക്കലി ബാക്കിലോട്ട് പോകും. ഇതിപ്പോൾ രണ്ട് ഗേറ്റുണ്ട്. രണ്ട് ഗേറ്റ് രണ്ട് മോട്ടർ വെച്ചിട്ടാണ് സിംഗിൾ ഫോട്ടോ സെല്ലുള്ളൂ. അത് കാരണം നമ്മൾ ഇവിടെ വരെ എത്തി. ഇപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന പൊസിഷനിൽ ഇവിടം വരെ എത്തിയാലും ഫോട്ടോ സെല്ല് വർക്ക് ചെയ്യില്ല. ഫോട്ടോ സെല്ല് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഫോട്ടോ സെല്ലിൻ്റെ കവറേജ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ ഇതിൽ വരണം. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ യൂറോപ്പോ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ മോട്ടറിൻ്റെ കൂടെ തന്നെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഇത്. ഈ രണ്ട് ലീഫുകളുടെ തൊട്ട് ചേരായിരിക്കും. കാരണം നമ്മൾ ഇത്ര വന്നാലും ഫോട്ടോ സെല്ല് കവർ ചെയ്യും. ഇവിടെ ആകുമ്പോൾ നമ്മളത് പില്ലറിലേക്ക് കൊടുക്കുന്നതായിരുന്നുകൊണ്ട് അത് ഫോട്ടോ സെല്ലിലേക്ക് കുട്ടികളെത്തില്ല. അവരത് ശ്രദ്ധിക്കാത്ത രീതിയിൽ വന്ന് നിൽക്കുള്ളൂ. അപ്പോൾ അവരവിടെ എത്താത്ത കാരണം കൊണ്ട് ഫോട്ടോ സെല്ല് കട്ടാവില്ല. കുട്ടികൾ ഇതിൻ്റെ ഇടയിൽ വന്ന് ഓട്ടോമാറ്റിക്കലി ജാമാവും. ഇപ്പോൾ ഈ റീബൗണ്ടിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ ടച്ചിൽ ഇത് ഓട്ടോമാറ്റിക്കലി റീബൗണ്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോട്ടർ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ വെഹിക്കിള് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫോട്ടോ സെല്ല് കട്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തിരിച്ചു പോകും. പക്ഷേ കുട്ടികൾ ചിലപ്പോൾ വരുന്നത് ഇവിടെ ആയിരിക്കും. അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന് കളിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തല മാത്രമാണ് ഇതിൽ പെടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇവരെ തല മാത്രം ഉണ്ടാവും ഫോട്ടോ സെല്ല്. കാരണം പിന്നെ അവരെ ഹൈറ്റ് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ ഫോട്ടോ സെൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഫോട്ടോ സെല്ലിലേക്കുള്ള ഇത് കിട്ടില്ല, ദൂരം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവരെ തല ഇതിൻ്റെ ഉള്ളിൽ പെടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ തല ഇതിൽ പെടുമ്പോൾ ഇത് വന്ന് നമ്മുടെ തലയിൽ ടച്ച് ചെയ്തു. ആ മൊമെൻറ്റിൽ തന്നെ മോട്ടറിൽ നിന്ന് കമൻറ്റ് പോകും. ഒരു ഒബ്സ്റ്റാക്കിൾ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളാണ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് ഓട്ടോമാറ്റിക്കലി അത് റീബൗണ്ടിങ് ഫങ്ഷൻ ആക്ടിവേറ്റ് ആവും. ഓട്ടോമാറ്റിക്കലി ഗേറ്റ് തിരികെ പോകും. Simplify your life. LMT Automations.